ഫാത്തിമ, ഒരു നല്ല വീട് നമുക്ക് വേണ്ടേ? നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ വളർത്താൻ, നമുക്ക് സമാധാനത്തോടെ മഴ നനയാതെ മഞ്ഞു കൊള്ളാതെ കിടന്നുറങ്ങാൻ, ഞാൻ ജോലി കഴിഞ്ഞിട്ട് മടങ്ങി വരുമ്പോ സമാധാനത്തോടെ ഒന്ന് വിശ്രമിക്കാൻ ഒരു വീട് വേണ്ടേ ഫാത്തിമ? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയും, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു സ്വഹാബിക്ക് 2 വീടുണ്ട് ഫാത്തിമ. ഒരു വീട് വെറുതെ കിടക്കുകയാണ്, താമസിക്കുന്നില്ല. നീ ഒന്ന് മുത്തുനബിയോട് പോയി പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ അത് നമുക്ക് വാങ്ങിത്തരും. ഒരു പൈസയും കൊടുക്കണ്ട, നമുക്കതിൽ താമസിക്കാം. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഉള്ളങ്ങോട്ട് പിടയാൻ തുടങ്ങി. ഞാൻ എങ്ങനെയാണ് ചോദിക്കുന്നത്? എനിക്കതിങ്ങനെ ആഗ്രഹമില്ല, പക്ഷേ അലിയാര് നിങ്ങളോട് പറയാൻ പറ്റുമോ? ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിച്ചു പഠിക്കുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷണമായ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഭർത്താവ് പറഞ്ഞതിനു വേണ്ടി പ്രിയപ്പെട്ട മുത്ത് റസൂലിന്റെ ചാരത്തേക്ക് ചെല്ലുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാതെ സങ്കടപ്പെട്ടുകയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറയുന്ന, മോളെ, സ്വർഗത്തിൽ മരതകം കൊണ്ടുള്ള വീട് വേണോ? മാണിക്യം കൊണ്ടുള്ള വീട് വേണോ? മുത്തു പതിപ്പിച്ച വീട് വേണോ? സ്വർഗത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എന്റെ പൊന്നുമോക്ക് സ്വർഗത്തിൽ വാപ്പച്ചി വീട് വാങ്ങിത്തരാ. ദുനിയാവിൽ വാപ്പയെ കൊണ്ട് കഴിയൂല മോളെ, ഒരാളോടും വാപ്പച്ചി ചോദിക്കൂല. അല്ലാഹുവിന്റെ റസൂൽ അത് പറയുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ മടങ്ങി വരികയാണ്. നിരാശയൊന്നുമില്ല. ഭർത്താവ് പറഞ്ഞ കാര്യം നിറവേറ്റി എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ 2 വീടുള്ള സ്വഹാബിയ വിവരമറിയുകയാണ്. 2 വീടുള്ള സ്വഹാബിയ വിവരമറിയുകയാണ്. ആ സ്വഹാബി ഓടി വരികയാണ് ഇലാ ഹദറത്തി റസൂലില്ലാഹ്, പുന്നാര ഹബീബിന്റെ ചാരത്തേക്ക് ഓടി വരികയാണ്. എന്നിട്ട് പറയുന്നു, യാ ഹബീബല്ലാഹ്, യാ റസൂലല്ലാഹ്, 2 വീടും എനിക്ക് വേണ്ട നബിയേ. അങ്ങയുടെ പൊന്നുമോൾക്കൊരു വീട് ആഗ്രഹമുണ്ടെങ്കിൽ ആ വീടിന് പരിഹാരം കാണാതെ ഇനി ഒരു വീട്ടിലും ഞാൻ താമസിക്കൂല നബിയേ. അതുകൊണ്ട് ഒരു വീട് ഫാത്തിമാക്ക് ഇഷ്ടമുള്ള ഒരു വീട് ആ ഫാത്തിമ റളിയല്ലാഹു അൻഹാക്ക് കൊടുക്കണം നബിയേ. അങ്ങനെ ഒരു വീട് കൊടുത്തു. എന്റെ പായിപ്പാട്ടുകാരാ, ആ വീട് അത്ഭുതങ്ങളുടെ വീടായിരുന്നു. ആ വീടാണ് മസ്കനുൽ വാസി. അതെങ്ങനെയാണ് മസ്കനായത്? അതെങ്ങനെയാണ് വാസിയായത്? അതെങ്ങനെയാണ് ബറക്കത്തായത്? അതെങ്ങനെയാണ് റഹ്മത്തായത്? അതെങ്ങനെയാണ് ഐശ്വര്യങ്ങളുടെ അഭിവൃദ്ധിയുടെ സന്തോഷങ്ങളുടെ വീടായി മാറിയത്? പട്ടിണിക്ക് കുറവില്ലായിരുന്നു, പക്ഷേ എങ്കിലും ആ വീട്ടിൽ വല്ലാത്ത സന്തോഷമുണ്ടായിരുന്നു. പരാതിയില്ലാത്ത, പരിഭവമില്ലാത്ത വീടായിരുന്നു. ഒരിക്കൽ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഫാത്തിമ, എന്തെങ്കിലും കഴിക്കാനുണ്ടോ ഫാത്തിമ? ആദ്യമായാണ് ചോദിച്ചത്. ഞങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് അങ്ങനെ ചോദിച്ചാൽ അവർക്ക് വലിയ സങ്കടമാണ്. ഞാൻ നിങ്ങൾ കഴിച്ചെന്നാ കരുതിയത്. പിന്നെ പെട്ടെന്ന് അടുക്കളയിൽ ഒരു വെപ്രാളമാണ്. ഭർത്താവ് നാവെടുത്ത് ചോദിച്ചതല്ലേ. ഇനി ഭർത്താവിന് എന്തെങ്കിലും മാവ് കൊണ്ടൊരു പുട്ടോ അപ്പമോ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ സമാധാനം ഉണ്ടാവൂല. ഫാത്തിമ റളിയല്ലാഹു അൻഹ പൊട്ടിക്കരയാൻ തുടങ്ങി. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, പെണ്ണേ, പൂനിലാവുദിച്ചു നിൽക്കുന്നത് പോലെ എന്റെ വീടിന്റെ മുമ്പിൽ എപ്പോഴും നിൽക്കുന്ന ഫാത്തിമ, ഇപ്പോഴെന്തിനാണ് കരയുന്നത്? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അലിയേ, നിങ്ങൾ ആദ്യമായിട്ട് ആഹാരം ചോദിച്ചിട്ട് തരാനില്ലാണ്ട് പോയല്ലോ. ആദ്യമായിട്ട് ആഹാരം ചോദിച്ചിട്ട് തരാനില്ലാതെ പോയല്ലോ. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, അതൊക്കെ പോട്ടെ, എനിക്ക് നിന്നോടൊരു സംശയം പറയാനുണ്ട് ഫാത്തിമ. നിനക്കെങ്ങനെയാണ് പുഞ്ചിരിച്ചുകൊണ്ട് എന്നെ സ്വീകരിക്കാൻ കഴിയുന്നത്? എത്ര പട്ടിണി കിടന്നാലും, എത്ര ദാരിദ്ര്യമാണെങ്കിലും, എത്ര കഷ്ടപ്പാടാണെങ്കിലും, എത്ര പ്രയാസമാണെങ്കിലും
എന്റെ പ്രിയപ്പെട്ട ഫാത്തിമ അതറിയാത്തവളെ പോലെ എങ്ങനെയാണ് ചിരിക്കാൻ നിനക്ക് കഴിയുന്നത്? തളർന്നു പോകാതെ പിടിച്ചു നിൽക്കാൻ നിനക്ക് കഴിയുന്നത് എങ്ങനെയാണ്? ആ സമയത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്കുണ്ട്. എന്റെ പായിപ്പാട്ട പെണ്ണിന്റെ മനസ്സ് കിടുകിടുക്കേണ്ട വാക്കാണ്. എന്റെ പായിപ്പാട് പള്ളിയുടെ തിരുമുറ്റത്ത് വന്ന് അള്ളാന്റെ വീടിന്റെ മുമ്പിൽ വന്നിരുന്ന് പ്രസംഗം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരും നെഞ്ചിനകത്ത് പതിപ്പിച്ചു വെക്കേണ്ട വാക്കാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാണ്, അള്ളാന്റെ റസൂൽ എനിക്കൊരു ദുആ പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാന്റെ റസൂൽ എനിക്കൊരു ദുആ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ദുആ ചൊല്ലാത്ത ഒരു ദിവസം പോലും നിക്കാഹ് കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അതിന്റെ ഗുഡൻസ് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹ്, മുത്തുനബി നിക്കാഹിന് മുമ്പ് എനിക്ക് പറഞ്ഞു തന്നൊരു ദുആ, ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെന്നാൽ മരിക്കുവോളം എന്നും പറയാനുള്ള ഒരു ദുആ. ആ ദുആ എന്റെ കയ്യിലുള്ളിടത്തോളം കാലം ഞാൻ തളരൂല എന്ന് ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹ പറയാം. ഒരിക്കലും തളർന്നിട്ടില്ലല്ലോ. മാറിടം വറ്റി രക്തം വന്നിട്ടുണ്ട് എന്ന ഹദീസുകളിലുണ്ട്. ലഈഫായ ഹദീസാണെന്ന് പറയുന്നു. പക്ഷെ എന്നാലും അത് കേൾക്കുമ്പോൾ നമ്മുടെ നെഞ്ചൊന്ന് പെടയൂലേ? തളർന്നിട്ടില്ല, പരാതി പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇടക്കിടക്ക് മുത്തുനബിയോട് പോയി ജോലിക്കാളില്ല അങ്ങനെയൊക്കെ ചരിത്രം ഉണ്ടല്ലോ. അതൊക്കെ മനസ്സങ്ങനെ നിർബന്ധിച്ചിട്ട് ഒരു ജോലിക്കാരനെ കിട്ടും അങ്ങനെ പോയതല്ല. ശരീരം തളർന്ന് കൈയൊക്കെ പൊട്ടി ആളുകൾ ഇങ്ങനെ നിർബന്ധിച്ചിട്ട് വിടുകയാണ്. ഒന്ന് ചോദിക്കു ഫാത്തിമ, മുത്തുനബിയല്ലേ, 2 ആട് തരാൻ പറഞ്ഞൂടെ? അവിടെ ഉണ്ടല്ലോ, സഹാബത്തിന്റെ കയ്യിലുണ്ടല്ലോ. അങ്ങനെ പോയതാണ്. അല്ലാതെ എന്റെ കഷ്ടപ്പാട് മാറ്റണം നബി എന്ന് പറഞ്ഞ് എന്നും രാവിലെ പോവല്ല. അലി റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടെ ആ പുഞ്ചിരിയുടെ അല്ലെങ്കിൽ ആ സ്വബറിന്റെ ആ സഹനത്തിന്റെ രഹസ്യം അറിയാൻ കാത്തിരുന്നു. എപ്പോഴും അലി റളിയല്ലാഹു അൻഹു അത്ഭുതമാണ്. ഏത് ബുദ്ധിമുട്ട് വന്നാലും അവിടെ ആ ബുദ്ധിമുട്ട് അങ്ങനത്തെ ഒരു ഭാര്യയെ കിട്ടിയാൽ അല്ലാഹു, ഇത് ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭാര്യയുടെ അടുത്ത് ചെല്ലുമ്പോഴാണ് നമുക്ക് ടെൻഷൻ കൂടുക. എല്ലാ ടെൻഷനും അവിടെ തീരണം. ശൗവാൽ പൊന്നമ്പിളിയല്ലേ, പവിഴപ്പൂത്തേൻ കനിയല്ലേ, തിരുതോഹ പൂനബിയോരുടെ പൂങ്കനി മോള് ബീവി ഫാത്തിമ മോള്. പനയോല കൊണ്ടൊരു പന്തൽ നല്ല മശൂറാം നാട്ടിലുയർന്ന്, അത്തറിൻ മണമുള്ള മഹറാൻ മണിമാരൻ അലിയോരും വന്ന്, ഉള്ളതാലുടുത്തൊരുങ്ങി പൂമകൾ ചമഞ്ഞ് വിണ്ണിലുള്ള രമ്പിളി പൊൻഹൂറിയായി തെളിഞ്ഞ്. ശൗവാൽ പൊന്നമ്പിളിയല്ലേ, പവിഴപ്പൂത്തേൻ കനിയല്ലേ, തിരുതോഹ പൂനബിയോരുടെ പൂങ്കനി മോള് ബീവി ഫാത്തിമ ബീവി. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ എല്ലാ പ്രതിസന്ധികളെയും തകർത്ത് കളഞ്ഞത് ആ ദുആ കൊണ്ടാണെങ്കിൽ പായിപ്പാട്ട പൊന്നുമോളെ, ഭർത്താവിന് രോഗം വന്നാലും മക്കൾക്ക് പ്രയാസം വന്നാലും കടക്കണിയിലായി പോയി വെള്ളിയാഴ്ച ഈ പള്ളിയുടെ മുറ്റത്ത് തട്ടം വിരിച്ചിരിക്കേണ്ട ഗതി വന്നു പോയാലും തളരല്ല മോളെ, ഒരിക്കലും നിങ്ങൾ തളരല്ലേ. നല്ല റാഹത്തുള്ള മരണം എന്നാണ് പറയാം. മരിക്കുന്ന സമയത്ത് ഞാൻ വള്ളക്കടവ് മുസ്ലിം ജമാഅത്തിൽ അന്ന് ഖത്തീബാണ്. അവിടെ ഖബർ പോലും പെട്ടെന്ന് വെട്ടിത്തീരുമോ എന്ന ആശങ്കയാണ്. അപ്പൊ ഞാൻ വള്ളക്കടവിൽ ഖത്തീബായിരിക്കുമ്പോൾ അവിടെ ഈ നമ്മളിവിടെ ഖത്തീബായിട്ടിരിക്കുമ്പോൾ ഞാനാണെങ്കിലും സിറാജുദ്ദീൻ കാസിമി ആണെങ്കിലും കബീർ വാക്കവി ആണെങ്കിലൊക്കെ കുറേയേറെ ചെറുപ്പക്കാരുണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ വള്ളക്കടവിൽ ഖത്തീബായിട്ടിരിക്കുമ്പോൾ നാട്ടിൽ ഒരു അറിയപ്പെട്ട ചെറിയൊരു ഗുണ്ടാ പരിപാടിയൊക്കെ ഉള്ള ആളാണ്. കാതിൽ കമ്മലുണ്ട്, ഇവിടെ കയ്യിൽ വളയുണ്ട്. അവനിങ്ങനെ വെള്ളിയാഴ്ച എൻ്റെ റൂമിലേക്ക് കയറി വരികയാണ്. സിറാജു കാസിമി കയറിയ രണ്ടാമത്തെ പള്ളിയുടെ സൈഡിൽ 2ാമത്തെ നിലയിലാണ്, മുകളിലാണ് വീട്, റൂം. അപ്പോൾ ഇവനിങ്ങനെ മുകളിൽ കയറി വന്നു. അപ്പം ഞാൻ ഈ സത്യത്തിൽ ഈ കസേരയുടെ അടിയിൽ എന്തോ ഒരു സാധനം ഇങ്ങനെ കാലിൻ്റെ തുടയിൽ ഇങ്ങനെ കൊണ്ടപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ എഴുന്നേറ്റതാ. അപ്പോൾ യോൻ വിചാരിച്ചെന്താണെന്നറിയോ, അവനെ കണ്ടപ്പോൾ ഞാൻ എഴുന്നേറ്റു എന്നാ. അതോടുകൂടി അവൻ്റെ ചങ്ക് പ്രോ ആയി മാറി ഞാൻ. പിന്നെ രക്ഷയില്ല. ഭയങ്കര കമ്പനി എന്ന് പറഞ്ഞാൽ വല്ലാത്ത സൗഹൃദം, വല്ലാത്ത ബന്ധം, വല്ലാത്ത സ്നേഹം. പക്ഷേ ഇവൻ്റെ നിസ്കാരമൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇപ്പോൾ റമളാൻ മാസത്തിൽ ഇവിടെ ഹാഫിളാണ്.
അപ്പോൾ റമദാൻ അവസാന 10 എല്ലാ ദിവസവും രാത്രി ഫുൾ അവിടെ എഴുത്തിക്കാഫാണ്. തിരുവനന്തപുരം അങ്ങനെയാണ്. മൂപ്പര് ആട്ടക്കുളങ്ങരയൊക്കെ ഇരുന്നിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ രാത്രി ഞാനിങ്ങനെ ഇശാനസ്കാരം കഴിഞ്ഞ് തറാവീഹ് തുടങ്ങാൻ പോവാണ്. ഇശാനസ്കാരം കഴിഞ്ഞപ്പോൾ ഇവൻ അടുത്ത് വന്നിട്ട് അസ്സലാമു അലൈക്കും. ഞാൻ നോക്കുമ്പോൾ നമ്മളെ ഗുണ്ട അസ്സലാമു അലൈക്കും ഉസ്താദേ, പിന്നെ നമുക്ക് ശംഖുമുഖത്ത് പോയാലോ? ഞാൻ പറഞ്ഞു, എടാ ചെയ്താനെ റമദാൻ്റെ അവസാന 10 അല്ല തറാവീനൂടെ ഹാഫതുണ്ടല്ലോ, നമുക്ക് വിത്തറാകുമ്പോൾ വന്നാൽ പോരെ? നല്ല കാറ്റ്, അടിപൊളിയാണ്, ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കുടിച്ചൊന്ന് നടന്നിട്ട് വരാം എന്നോട് പറയാം. ഇതാണ് ഈ കൂട്ടുകാരൻ. പക്ഷേ നമുക്ക് അവർക്കതേ അറിയുള്ളൂ. പറഞ്ഞ് ഒരുപാട് ചെറുപ്പക്കാരെ നമ്മളിങ്ങനെ കൂട്ടുകാരാക്കി ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ റോഡിലിങ്ങനെ നിൽക്കുമ്പോൾ അളയെ വീട്ടിൽ പോകണ അളയാന്ന് ചോദിക്കും ചെറുപ്പക്കാർ ഖത്തീബിനോട്. കൂടുതൽ കമ്പനിയാത്ത പ്രശ്നം. അപ്പോൾ ഒരു രീതിയിൽ നിർത്തിയില്ലെങ്കിൽ അളിയനായി പോവും. അപ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നറിയോ, വാപ്പ മരണപ്പെട്ടതിൻ്റെ അന്ന് നേരത്തെ പള്ളിയിലെത്തി. അപ്പോൾ ഖബർ വെട്ടിക്കൊണ്ടിരിക്കുന്നത് സ്പീഡ് കുറവാണ്, നേരത്തെ തീരൂല എന്ന് തോന്നിയപ്പോൾ ഇവൻ തന്നെ എന്ത് ചെയ്തു, ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി അടക്കിയതിന് ശേഷം മണ്ണ് വെട്ടിയിടാനൊക്കെ വളരെ ആവേശത്തിൽ. ഞാൻ ആ വാപ്പാടെ കാര്യം പറയുമ്പോഴൊക്കെ ഇവനെ ഓർക്കും. അല്ലാഹു തആല ഹിദായത്ത് നിലനിർത്തി കൊടുക്കട്ടെ. നമുക്ക് മജ്ലിസിൻ്റെ ദുആ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? വാപ്പാക്ക് ഞാനിങ്ങനെ അള്ളാഹ് നല്ല മരണം കൊടുക്കണം, പടച്ചോനെ ഈമാനുള്ള മരണം കൊടുക്കണേ അള്ളാഹ്. ഞങ്ങളൊക്കെ ദർസിൽ പഠിക്കാൻ ഇറങ്ങിയതിന് ശേഷമാണ് ചെറിയ സൂറത്തൊക്കെ വാപ്പ പഠിക്കണത്. അത്രത്തോളം ചെറുതിലേ കഷ്ടപ്പാടായിരുന്നു. പക്ഷെ നല്ല റാഹത്തുള്ള മരണം അള്ളാഹു കൊടുത്തു. മജ്ലിസിൻ്റെ ദുആ ഒന്നുകൊണ്ട് മാത്രമൊന്നും ഇപ്പോഴും ഞാൻ വിശ്വസിക്കും. അതുകൊണ്ട് ഇവിടെ നിന്ന് പറഞ്ഞു തരുന്ന ഒരു ദുആ ജീവിതത്തിൽ മറക്കൂല. നീ പള്ളിയെ സാക്ഷിയാക്കി നിങ്ങൾ നിയ്യത്ത് ചെയ്തിട്ട് പോയാൽ അള്ളാഹു നിങ്ങൾക്ക് വലിയ നേട്ടം തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിവിടെ ചെല്ലുന്ന എല്ലാ പ്രാർത്ഥനകളും അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ പള്ളി നാളെ പരലോകത്ത് മനുഷ്യനെ പോലെ നാവ് കൊണ്ട് സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അനുകൂലമായി ഈ പള്ളി സംസാരിക്കുന്ന രീതിയിൽ അള്ളാഹു ആക്കി തരട്ടെ. ആമീൻ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അലി റളിയല്ലാഹു അൻഹുവിനോട് എന്നോട് എൻ്റെ ഉപ്പ പറഞ്ഞു തന്ന ദുആയാണ്, അല്ലാഹുമ്മ ഗുഫിർലി ദംബി വവസ്സിഅലി ഫീ ദാരി വബാരിക് ലി ഫീമാ റസഖ്തനി. 3 കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട 3 വാക്കുകളാണ് ഇതിനകത്തുള്ളത്. 3 കാര്യങ്ങളാണുള്ളത്. എഴുതിയെടുക്കാം, മൊബൈൽ റെക്കോർഡ് ചെയ്യാമെന്നൊന്നും ചിന്തിക്കണ്ട. ഇപ്പൊ തന്നെ പഠിച്ചോ, നിന്റെ ഹൃദയത്തിലേക്ക് ഇപ്പൊ തന്നെ ചേർത്തു വെച്ചോ. മനപ്പാഠമാക്കാൻ പറ്റുന്ന ലളിതമായ 3 വാക്കുകളാണ്. അല്ലാഹുമ്മ ഗുഫിർലി ദംബി, ഒന്നാമത്തത് എന്റെ പാവം നീ പൊറുക്കണേ റബ്ബേ. എല്ലാ ദിവസവും നിന്റെ വീട്ടിന്റെ അകത്ത് മക്കളുള്ള, ഭർത്താവുള്ള, അവരുടെ കുടുംബക്കാരുള്ള വീട്ടിന്റെ അകത്ത് അവർക്ക് ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുന്ന വീട്ടിന്റെ അകത്ത്, ഭർത്താവിനെ കാത്തിരിക്കുന്ന വീട്ടിന്റെ അകത്ത്, മക്കൾക്ക് ഇൽമു പറഞ്ഞു കൊടുക്കുന്ന വീട്ടിന്റെ അകത്ത്, മക്കളെ നിസ്കരിപ്പിക്കുന്ന വീട്ടിന്റെ അകത്ത് അല്ലാഹുമ്മ ഗുഫിർലി ദംബി, എന്റെ പാപം പൊറുക്കണേ റബ്ബേ. മോളെ പഠിച്ചു വെക്കണം, ഒന്നാമത്തെ വാക്കതാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തതാണ്. ആ മഹജിദന്റെ ജീവിതത്തിൽ ഒരു ദിവസം പോലും ഒഴിവാക്കാതെ ചൊല്ലിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളും ഇന്നു മുതൽ ചൊല്ലണേ. നമ്മുടെ വീട് ബറക്കത്തിന്റെ വീടാവണ്ടേ. രണ്ടാമത്തെ വാക്ക് വവസ്സിഅലി ഫീ ദാരി, എന്റെ വീട് വിശാലമാക്കണേ അല്ലാ. ഏത് ബുദ്ധിമുട്ട് വന്നാലും സഹിക്കാനുള്ള വിശാലത, അതാണ് വിശാലത. അല്ലാതെ 16ക്ക് 16ന്റെ റൂമെന്നല്ല വിശാലത. വവസ്സിഅലി ഫീ ദാരി, ഏത് പ്രതിസന്ധി വന്നാലും സഹിക്കാനുള്ള വിശാലത, ഏത് പ്രയാസം വന്നാലും ഉൾക്കൊള്ളാനുള്ള വിശാലത. അല്ലാഹുവേ, ഈ സഹോദരിമാർക്ക് അല്ലാഹു കൊടുത്തിരിക്കുന്ന സുബർ എത്ര വലുതാണെന്നറിയോ. നല്ല ക്ഷമയാണ് നിങ്ങൾക്ക് അല്ലാഹു തന്നിട്ടുള്ളത്. അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് മരിക്കുമ്പോ ഭാര്യ മാത്രമേ അരികിലുള്ളൂ. ആ മോനെ കുളിപ്പിച്ച് പൊതിഞ്ഞ് അടുത്ത റൂമിൽ കിടത്തിയിട്ട് വാ പൊന്നുമോനെ ജീവന്റെ ജീവനായി ഇഷ്ടപ്പെടുന്ന ഭർത്താവും മടങ്ങി വന്നപ്പോ ഭക്ഷണം കൊടുത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഭർത്താവിന് പരിപൂർണമായി സന്തോഷം കൊടുത്തതിന് ശേഷമാണ് ഈ ദുഃഖത്തിന്റെ കാര്യം പറഞ്ഞു കൊടുത്തത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ. ലോകത്തൊരു പെണ്ണിനെ അതിന് കഴിയൂ, ഒരു പെണ്ണിനെ അതിന് കഴിയൂ, ഒരു പെണ്ണിനെ അതിന് കഴിയൂ. ഒരാണിന് ഒരിക്കലും അത്രത്തോളം ക്ഷമിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഒരു വിശാലമായ മനസ്സ് കുടുംബത്തിൽ വേണമെന്ന് പെണ്ണ് വീണ്ടും വീണ്ടും ദുആ ചെയ്യണം എല്ലാ സമയത്തും. പ്രസവിക്കുന്ന ജോലി നിങ്ങൾക്ക് അല്ലാഹു തന്നത് തന്നെ.
നിങ്ങൾക്ക് ക്ഷമ കൂടുതലായതുകൊണ്ടാണ്. പ്രസവിക്കണ ജോലി ആണുങ്ങൾക്കാണ് തന്നതെങ്കിൽ 2 കുട്ടിയുള്ള വീട് ഒരു വീട്ടിലുണ്ടാവില്ല. ഉണ്ടാവോ? ഒരു പ്രസവം പകുതിയാകുമ്പോൾ തന്നെ ഡോക്ടറിനോട് പറയും, ഈ പകുതിയിൽ വെച്ച് നിർത്താൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ചോദിക്കും. നമ്മൾ ഡയലോഗ് അടിക്കാനും ജാട കാണിക്കാനും ഒക്കെ ഭയങ്കര സംഭവമാണ്. സുവർണയെക്കുറിച്ച് പറയുന്നതിനൊക്കെ ഭയങ്കര സംഭവമാണ്. വിരളിലെങ്ങാനും ഒരു ചെറിയ, ഇപ്പോൾ ഭാര്യ ബാത്റൂമിലാണ്, തലവേദന എടുക്കുന്ന, ഒരു കട്ടൻ ചായ കുടിക്കണം, അപ്പോൾ പറഞ്ഞ് കറണ്ട് പിന്നെ അടുപ്പുണ്ട്, അതിലൊന്നും നിങ്ങൾ ഇറ്റുള്ളൂ, അങ്ങനെ ചെയ്താൽ മതി, അവിടെ സ്വിച്ച് അങ്ങനെ ഇട്ടാൽ മതി, ഇങ്ങനെ ഇട്ടാൽ മതി. ആ പാത്രം ഇങ്ങനെ കയ്യിലെടുക്കുമ്പോൾ ഒരല്പം ഇവിടെ ഒന്ന് കൊണ്ടാൽ മതി. അന്നത്തെ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും ഉണ്ടാവും. ആ ജമാഅത്തിലുള്ള ആ പരിസരത്തുള്ള എല്ലാ ഖത്തീബുമാരും അറിയും, സുലൈമാൻ കാക്കയുടെ കൈ പോയി, അടുക്കള ജോലി ചെയ്ത് പൊള്ളിപ്പോയി, വെന്തുപോയി, ആകെ പ്രശ്ന. പിന്നെ 3 ജുമയെ മുടങ്ങി, ഒരു പള്ളിയിലും പോകില്ല, ജോലിക്കും പോകില്ല, അങ്ങനെ കൊണ്ടു കിടക്കും. അതുവരെ മൂപ്പര് സുലൈമാൻ നബി എന്ന് പറഞ്ഞാൽ നടന്നത്. വിരൽ പൊള്ളിയോടുകൂടി എല്ലാം പോയി. ഈ സഹോദരിമാരെ ശരീരത്തിലെ നിങ്ങൾ ഇന്ന് ചെന്നിട്ട് ചോദിച്ചു, ഇന്നിപ്പോൾ രാത്രി ആയി പോണെങ്കിൽ വേണ്ട, നാളെ ചോദിച്ചാലും മതി, എവിടെയൊക്കെയാണ് പൊള്ളിയിട്ടുള്ളതെന്ന് ചോദിക്കുക. എവിടെയൊക്കെ മുറിഞ്ഞിട്ട് ആ 10 വിരളൊന്ന് നോക്കണം, ഇടത്തേക്ക് വിരളൊന്ന് നോക്കണം. അള്ളാഹുവെ കത്തി കൊണ്ട് അങ്ങനെ കിടക്കുന്നുണ്ടാവും കയ്യിൽ. കണ്ടിട്ടുണ്ടോ കൈ നോക്കാൻ സമയം വേണ്ട. അന്ന് നോക്കിയിരുന്നു സാധാ, കല്യാണം കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസമൊക്കെ കൈയൊക്കെ നോക്കിയിരുന്നു, പിന്നെ അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. കല്യാണം കഴിഞ്ഞപ്പോൾ എന്തുമായിരുന്നു, കൈയെടുത്ത് ഇങ്ങനെ മടിയിൽ വയ്ക്കുന്നു, പൊന്നേ അല്ലോ അങ്ങനെ. അതൊക്കെ പോയി ഒരുമിച്ച് പല്ല് തേക്കുന്ന, ഒരുമിച്ച് ഒരു ശവറിന്ന് വിളിക്കുന്ന, പിന്നെ കാണാനുമില്ല കേൾക്കാനുമില്ല. 2 മക്കളുമായി, അയാളെ പണിക്ക് പോയി, ഇവളെ പണിക്കും പോയി. ഈ കുടുംബജീവിതം അവസാന സമയം വരെ ഉണ്ടാവണം, റാഹത്തിലുണ്ടാവണം, റാഹത്തിലുണ്ടാവണം. ആ വിരലെത്ര മുറിഞ്ഞിട്ടുണ്ടാവും, വെണ്ടയ്ക്കയും കത്തിരിക്കൊക്കെ അരിഞ്ഞ്. ഈ വലത്തേ കൈയുടെ ഈ ഭാഗമുണ്ടല്ലോ, ഇവിടെ ശരിക്കും ഒരുപാട് കരിഞ്ഞിട്ടുണ്ടാവും. ഈ പാത്രങ്ങൾ ഇങ്ങനെ പിടിച്ചും, ചിലപ്പോൾ തുണിയില്ലാതെ പെട്ടെന്ന് പിടിച്ചിട്ട് ഇങ്ങനെ ഇത്ര ഉണ്ടാവുള്ളൂ, കഴിഞ്ഞു. നമ്മളാണെങ്കിൽ പിന്നെ 11 മാസം ഇങ്ങനെ നടക്കല. അവർ ആ കുടയിലോടുകൂടി കഴിഞ്ഞു. എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാവും, എത്ര പ്രയാസം ഉണ്ടാവും. അള്ളാഹുവെ, നമ്മുടെ സഹോദരിമാർക്ക് നല്ല ക്ഷമ നീ കൊടുക്കണേ അല്ലാ. പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മ. ഉമ്മയുടെ ക്ഷമയെക്കുറിച്ച് പറയാനും പറഞ്ഞറിയിക്കാനും വാക്കുകൾ ഉണ്ടാവൂല. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് സ്വർഗം കൊടുക്കട്ടെ. അവരെ പൊരുത്തം അള്ളാഹു അറിവില്ലാത്ത സാധുക്കളായ നമുക്കും അള്ളാഹു നൽകട്ടെ. ഉമ്മ മരണപ്പെട്ടു പോയവർ, ഉപ്പ മരണപ്പെട്ടു പോയവർ ഈ മജ്ലിസിലുണ്ടെങ്കിൽ അള്ളാഹുവേ, ഈ നല്ല മജ്ലിസിൻ്റെ പുണ്യം കൊണ്ട് അവരുടെ മാതാപിതാക്കളുടെ ഖബറിലേക്ക് മജ്ലിസിൻ്റെ കൂലി നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. എല്ലാം ക്ഷമിച്ചതെങ്ങനെയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. നമ്മൾ ദുആ ചെയ്യണം. എത്ര വലിയ വീട്ടിലാണ് നിന്നെ കല്യാണം കഴിപ്പിച്ചു കൊണ്ടുപോയാലും, എത്ര ചെറിയ വീട്ടിൽ കൊണ്ടുപോയാലും ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഗഫിർ ലി ദംബി വവസ്സി ലി ഫീ ദാരി. മൂന്നാമത്തേത് വബാരിക് ലി ഫീമാ റസഖ്തനി. എനിക്ക് തന്നതിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. മക്കളെ തന്നെങ്കിൽ അതില്, സ്വർണം തന്നെങ്കിൽ അതില്, വീട് തന്നെങ്കിൽ അതില്, ആരോഗ്യം തന്നെങ്കിൽ അതില്, ഭക്ഷണം തന്നെങ്കിൽ അതിലെല്ലാത്തിലും നീ ബറക്കത്ത് തരണേ അല്ലാ. അല്ലാഹുമ്മ ഗഫിർ ലി ദംബി വവസ്സി ലി ഫീ ദാരി വബാരിക് ലി ഫീമാ റസഖ്തനി. ഈ ദുആ മറക്കണ്ട മോളെ. വീട്ടിൽ നിന്ന് വീടിന്റെ പ്രധാനപ്പെട്ട പടിയിറങ്ങുമ്പോഴാണ് ഒരു മയ്യത്തിന് ഏറ്റവും വലിയ വേദനയുണ്ടാകുന്നതെങ്കിൽ ആ വീട് സ്വർഗമാണെങ്കിലാണ് സ്വർഗത്തിലേക്ക് ആ വീട്ടിൽ നിന്ന് പോകാൻ പറ്റൂ. ആ വീട് സ്വർഗമാണെങ്കിലാണ് സ്വർഗത്തിലേക്ക് നമുക്ക് ആ വീട്ടിൽ നിന്ന് പോകാൻ പറ്റൂ. നരകത്തിന്റെ എല്ലാ നൂലാമാലകളും നിന്റെ വീട്ടിന്റെ അകത്തുണ്ടാക്കി വെച്ചിട്ട് അവിടെ എങ്ങനെയാണ് അള്ളാന്റെ സ്വർഗത്തിലേക്ക് പോകാൻ നമുക്ക് കഴിയുന്നത്? നിന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇന്നത്തെ അവസ്ഥയിൽ നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് നിങ്ങൾ മരണപ്പെട്ട് കിടന്നാൽ ആ വീടും വീട്ടിലുള്ളവര് കാരണമായിട്ട് അള്ളാഹു നിങ്ങൾക്ക് എന്തെങ്കിലും സ്വർഗത്തിന്റെ പദവി തരുമെന്ന് ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ആലോചിച്ചു നോക്കുമ്പോൾ 1-2 കാര്യങ്ങൾ എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഒന്ന്, അൽഹംദുലില്ലാ, എൻ്റെ ഭാര്യ ശരിക്കും സ്വതക്ക ചെയ്യും. മാഷാ അല്ലാഹ്, വലിയ സന്തോഷമാണ്. ഷാളും ജുബ്ബയും വരെ എടുത്ത് കൊടുക്കും, തേച്ച് അടുക്കി വെച്ചിരുന്നാൽ. അത് അള്ളാഹു തന്ന വലിയൊരു ഭാഗ്യമാണ്. രണ്ടാമതൊരു മോൻ ഹാഫിളായി, ഒരു മോൻ മരണപ്പെട്ടു 10 വയസ്സിൽ, അടുത്ത ഒരു മോൻ 5 ജുസുവായി പഠിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. അപ്പോൾ ആ വീട്ടിനകത്തൊരു ചെറിയ പറക്കത്തൊരു പ്രകാശം അൽഹംദുലില്ലാ ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു വലിയ സമാധാനം. അത്ര തന്നെ ഉള്ളൂ.
വേറെ പിന്നെ ബാക്കിയുള്ള അമലുകളുടെ കാര്യത്തിലൊന്നും പ്രതീക്ഷയൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ധാരണയാണ്. നമ്മൾ ഭയങ്കര അമല് ചെയ്യുന്ന ആളാണ്, നമ്മളെ ദിക്ർ അങ്ങനെയാണ്, നമ്മുടെ ഇബാദത്ത് ഇങ്ങനെയാണ്. അത് അല്ലാഹു സ്വീകരിച്ചെങ്കിലേ നമുക്കതിൽ അനുമാനിക്കാൻ പറ്റൂ. ദുആ ചെയ്യാൻ, പടച്ചോനെ സ്വീകരിക്കുന്ന അമലിൻ്റെ ഉടമകളാക്കി ഞങ്ങളെ മാറ്റാൻ ദുആ ചെയ്യാം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പം നിങ്ങൾ വീട്ടിൽ നിന്ന് മരണപ്പെട്ട് നിങ്ങളുടെ മയ്യത്ത് നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് കിടത്തിയാൽ ആ വീട് സ്വർഗത്തിന് വേണ്ടി എന്തെങ്കിലും ആ വീട്ടിനകത്ത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും? ഭാര്യ എന്താ ചെയ്യുക? അന്ന് നിങ്ങൾ മരിച്ചതിൻ്റെ അന്ന് ഭാര്യയ്ക്ക് ളുഹർ നിസ്കാരമില്ല, അസ്ർ നിസ്കാരമില്ല, കരച്ചിലോടെ കരച്ചിലാണ്. ഇനി ഏതെങ്കിലും ഒരു ഈമാനുള്ള താത്ത വന്നിട്ട് ഡേ മരണമൊക്കെ എല്ലാവർക്കും ഉള്ളതാ, നീ എന്താ നിസ്കരിക്കാതെ എങ്ങനെ കിടക്കാന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ ഉമ്മ പറയും, വിളിക്കല്ലേ എന്റെ തങ്കക്കുടത്തിനെ വിളിക്കല്ലേ, അവള് കുറച്ച് സമാധാനപ്പെട്ടിട്ട് നിസ്കരിച്ചാ മതി, ളുഹർ അസ്ർ മഗ്‌രിബ് ഇശ ഒക്കെ കളായ. ഏത് ദീനാണിത്? ഉമ്മയാണ് പറയാ വിളിക്കല്ലേ എന്ന്. അത് കേൾക്കുമ്പോ താത്ത കുറച്ചുകൂടെ തലയണേലും മരണം എല്ലാവർക്കും ഉള്ളതാ, മരണം എല്ലാവർക്കും ഉള്ളതാ. നിസ്കരിച്ച് 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 സ്വബർ പഠിക്കണം. അങ്ങനെയാണ് നിസ്കരിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് വയറുവേദന വന്നപ്പോൾ അല്ലാഹ് ഒരു ദുരൂഹ സാഹചര്യം എന്ന് പറയാം, ഒരു ദുരൂഹ സാഹചര്യം എന്ന് പറയാം. എങ്ങനെയോ ചുരിദാറിന്റെ ഷാളോ അങ്ങനെയൊക്കെ ആയിട്ടെങ്കിൽ മരണപ്പെട്ടു. അപ്പോൾ ഞാൻ നാട്ടിലുണ്ട്. ഇപ്പം എൻ്റെയും ഉസ്താദ് നമ്മുടെ സിറാജുൽ ഖാസിമിനെ നമ്മുടെയൊക്കെ അവസ്ഥയെന്ന് പറഞ്ഞാൽ നാട്ടിലെ കല്യാണത്തിനും മരണത്തിനും ഒന്നിനും നമുക്ക് പങ്കെടുക്കാൻ പറ്റില്ല. വല്ലപ്പോഴും 5 ദിവസത്തിലോ 10 ദിവസത്തിലോ ഒരിക്കൽ നാട്ടിലെത്തുമ്പോഴാണ് ഇതറിഞ്ഞിട്ട് ഒന്നും സമയമുണ്ടെങ്കിൽ അന്ന് പോയി ദുആ ചെയ്യും. നാട്ടിലുള്ളപ്പോൾ നടക്കുന്ന കാര്യത്തിനൊക്കെ പോകും. അപ്പം ഇത് ഞാൻ ഉള്ള സമയത്തായിരുന്നു, ഷഅബാൻ്റെ ബറാത്തിൻ്റെ സമയത്തായിരുന്നു. ഞാൻ ആ വീട്ടിലേക്ക് ഒന്ന് ചെന്നു. അപ്പോൾ ഒന്ന് സമാധാനിപ്പിക്കാം, ഒരു ദുആയൊക്കെ ചെയ്യാം. ചെല്ലുമ്പോൾ 2 പ്രാവശ്യം ചെന്നപ്പോഴും പെൺകുട്ടിയുടെ ഉമ്മ ഇവിടെ ഇല്ല, ഹോസ്പിറ്റലില്ല. ബോധം കെട്ടി വീഴും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആളുകൾ വരും, വണ്ടി കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുവരും, ട്രിപ്പിറക്കി ഇടും, തിരിച്ചു കൊണ്ടുവരും. വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും ബോധം കെട്ടി വീഴും, കൊണ്ടുപോകും. ഈ കൊണ്ടുപോകാൻ വേണ്ടി ആളുകൾ റെഡിയാ, ഈ ഉമ്മയെ സമാധാനിപ്പിക്കാൻ ആളില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ആംബുലൻസ് റെഡിയാണ്, ആളും റെഡിയാണ്, ഉമ്മയെ സമാധാനിപ്പിക്കാൻ ആളില്ല. അതല്ലേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? മരണ വീട്ടിൽ പോയി നിങ്ങൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? മയ്യത്തിന്റെ മുഖം കാണാൻ വേണ്ടി ജനലിടിച്ച് വാതിലും ഇടിച്ച് പൊളിച്ച് അകത്ത് കയറി, അതല്ല ആദ്യം ചെയ്യേണ്ടത്. മയ്യത്തിന് ഏറ്റവും വേണ്ടപ്പെട്ടവരെ സമാധാനിപ്പിക്കണം, മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യണം. ഇടിയും തിരക്കും ഒക്കെ പിന്നീടാക്കാം, ആദ്യം ഇത് ചെയ്യണം, സമാധാനിപ്പിക്കണം, ശരിക്ക് സമാധാനിപ്പിക്കണം. അതാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്തായ അമൽ. അതാണ് അന്നത്തെ ദിവസം. ആ വീട്ടിൽ അതിന് ആരുണ്ടായില്ല. ഞാൻ ചെല്ലുമ്പോൾ ആ പ്രിയപ്പെട്ട പൊന്നുമോളെ വാപ്പ ഗൾഫിൽ നിന്ന് വന്നു. ഞാൻ വെള്ളം കൊടുത്തു, കുടിച്ചു. എന്നോട് പറഞ്ഞു, ഉസ്താദേ അർ-റഹ്മാൻ അവൾക്കറിയാം, സൂറത്തുൽ വാഖിയ അറിയാം, നല്ല മോളായിരുന്നു, നിസ്കരിക്കായിരുന്നു, ബറാത്തിന്റെ നോമ്പെടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയാണ്. സമാധാനിപ്പിച്ചു, പറഞ്ഞു, റെഡിയാക്കി. അന്ന് അയാൾ ഭക്ഷണം കഴിച്ചു. പക്ഷേ ഈ മരണപ്പെട്ട കുട്ടിയുടെ ഉമ്മ 3 ദിവസമായിട്ട് ഒരു ആഹാരം കഴിച്ചിട്ടില്ല. ആ ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? പരിസരത്ത് താമസിക്കുന്ന സഹോദരിമാർക്കല്ലേ. ഞാൻ പറഞ്ഞു, അവരെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നിങ്ങൾ എന്നെ വിളിക്കണം, ഞാൻ വരാം. ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നു. വൈകുന്നേരം അപ്പോൾ ഞാൻ ചെന്നു. ഭർത്താവിനെയും കൂട്ടി റൂമിനകത്തേക്ക് കയറുമ്പോണ്ടല്ലോ, ആ റൂമിനകത്ത് മരണപ്പെട്ടു പോയ പെൺകുട്ടിയുടെ ഉമ്മാക്ക് കിടക്കാൻ സ്ഥലമില്ല. മൊത്തം താത്തമാരാ, കട്ടിലും ഈ ജനലിലും വാതിലിലും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. എന്താ സംഭവം എന്നറിയോ? അവരെ സമാധാനിപ്പിക്കൽ എങ്ങനെയാ? പോട്ടടി, സാരമില്ല, അള്ളാഹു സ്വർഗം കൊടുക്കും, അവൾക്ക് നല്ല മോളായിരുന്നു, പക്ഷെ എന്നാലും അവൾക്ക് ഡോക്ടർ ആവാൻ ഒരു കൊതി ഉണ്ടായിരുന്നു. ഇതാണ് സമാധാനിപ്പിക്കൽ. സാരമില്ലടി, നീ ക്ഷമിച്ചരേ, ഒരു ബുദ്ധിമുട്ടും നിനക്കുണ്ടാവില്ല, പക്ഷെ ഒരേ ഒരു മോള്, ഇതാണ് സംഭവം. ഇത് കേൾക്കുമ്പോൾ ആളിക്കത്തും. ഇത് നമ്മുടെ താത്തമാരൊന്ന് പഠിക്കണ്ടേ? നിങ്ങൾക്കിത് ആരാ പിന്നെ പറഞ്ഞു തരിക? മരണ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ചെയ്യേണ്ടത്, അല്ലാതെ അവിടെ പോയി അവരുടെ കൂടെ ഇരുന്നിട്ട് അങ്ങനെ കരയിലല്ല. എൻ്റെ ഭർത്താവ് ഇങ്ങനെ തന്നെയായിരുന്നടി, വണ്ടി ഇടിച്ച് മരിച്ചടി, ശകലം പോലും ബാക്കി കിട്ടിയില്ലടി, അള്ളാഹുവേ രണ്ടാമത് കിട്ടിയത് മറ്റു തുകാറായി, എല്ലാം പോയി. അങ്ങനെയല്ല പറയേണ്ടത്. ഒരു സമാധാനത്തിൻ്റെ, ക്ഷമയുടെ, സുബറിൻ്റെ വർത്തമാനമാണ് പറയേണ്ടത്. അപ്പോൾ നല്ല റാഹത്തുണ്ടാവും. അവർ വലിയ കൂലിയാണതിന്. അല്ലാഹു അജ്റക വഹസന വസാക വഗഫറ ലിമയ്യിതിക. അത് അറബിൽ പറയാൻ അറിയില്ലെങ്കിൽ വേണ്ട, മലയാളത്തിൽ പോട്ട് സമാധാനിപ്പിക്കുക. അള്ളാഹു നിനക്ക് പ്രതിഫലം തരട്ടെ, നീ ക്ഷമിക്ക്. എത്ര മരണങ്ങൾ ലോകത്ത് നടക്കണം, അങ്ങനെ 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 പറഞ്ഞു കൊടുക്കണം.
അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾക്ക് അതിനുള്ള തൗഫീഖ് നീ തരണേ അല്ലാഹ്. വബാരിക് ലീ ഫീമാ റസഖതനി. മറക്കണ്ട ദുആ. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ബറക്കത്തുണ്ടായിരുന്നു. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് സ്വർഗ്ഗത്തിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് തന്നെ പോകാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. ഒരു സ്വർഗ്ഗത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും ആ കുഞ്ഞു വീടിനകത്തുണ്ടാക്കി വെച്ചിരുന്നു. സ്വർഗ്ഗത്തിന്റെ മക്കളായിരിക്കണം നമ്മുടെ വീട്ടിലുള്ള മക്കള്. നമ്മുടെ വീട്ടിലുള്ള മക്കള് സ്വർഗ്ഗത്തിന്റെ മക്കളായിരിക്കണം. أنفسكم وأهليكم نارا وقودها الناس والحجارة. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോൻ വന്ന് പറഞ്ഞതാണ്, ഉമ്മ അടുപ്പിൽ തീയരിക്കുന്ന കണ്ടപ്പോ ഭയന്ന് വിറച്ച് പൊട്ടിക്കരഞ്ഞ് മുത്തുനബി പഠിപ്പിച്ച ആയത്തോർത്തിട്ട് പൊട്ടിക്കരഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോൻ വലിയ വിറകിന്റെ കൂട്ടത്തിൽ ചെറിയ വിറക് വെക്കുന്ന ഉമ്മ, നാളെ നരകത്തിന്റെ വിറകായി മനുഷ്യരെ കത്തിക്കുമ്പോ വലിയ വിറകിന്റെ സ്ഥാനത്ത് വലിയ മനുഷ്യരെ, ചെറിയ വിറകിന്റെ സ്ഥാനത്ത് ഞങ്ങളെ പോലുള്ള കുഞ്ഞുമക്കളെ കത്തിക്കുമോ എന്നെനിക്ക് പേടിയുണ്ടുമ്മ എന്ന് പറയുന്ന ഒരു മോൻ, സ്വലാത്ത് ചെല്ലുന്ന ഒരു മോൻ, വാപ്പാന്റെ കൂടെ പള്ളിയിൽ പോകുന്ന ഒരു മോൻ, ഉമ്മയുടെ കൂടെ നിസ്കരിക്കുന്ന മോള്, ഉമ്മാന്റെ കൂടെ നിസ്കരിക്കുന്ന മോള്, ഖുർആൻ എടുത്ത് നിവർത്തി വെച്ചിട്ട് ഓതാൻ അറിയില്ലെങ്കിലും വിരൽ കൊണ്ടിങ്ങനെ ബിസ്മില്ലാ ബിസ്മില്ലാ എന്ന് പറയുന്ന മോള്, ഉറങ്ങാ സമയത്ത് ദുആ ചെയ്യുന്ന പൊന്നുമോള്, എഴുന്നേക്കുമ്പോ ദിക്റ് പറയുന്ന പൊന്നുമോള്, ആ മോളെയാണ് നിനക്ക് വേണ്ടത്, ആ മോളാണ് നിനക്ക് ദുആ ചെയ്യുന്നത്, ആ മോളാണ് നിനക്ക് ഖത്തമോദേണ്ടത്. പായിപ്പാട്ട പെങ്ങളെ, അങ്ങനെ എത്ര മക്കളുണ്ട് മോളെ നിന്റെ വീട്ടിന്റെ അകത്ത്? വീടിന്റെ മതിലിൽ തവക്കൽതു അലല്ലാഹ് എഴുതി വെച്ചാ പോരാ, വീടിന്റെ ചുവരിൽ ലാ ഹൗല വലാ ഖുവത എഴുതി വെച്ചാ പോരാ. പള്ളിയുടെ തൊട്ടടുത്താണ് വീട്, ബാങ്ക് അവിടെ ഇരുന്നാ കേക്കാ, ഇഖാമത്ത് അവിടെ ഇരുന്നാ കേക്കാ, പായിപ്പാട് പള്ളിയുടെ ഹദ്ദാദ് അവിടെ ഇരുന്നാ കേക്കാ, സ്വലാത്ത് അവിടെ ഇരുന്നാ കേക്കാ. കാര്യമില്ല, നിന്റെ വീട് സ്വർഗത്തിന്റെ വീടാവണം, നിന്റെ വീട് റഹ്മത്തിന്റെ മാലാകമാരുടെ സഞ്ചാരമുള്ള വീടാവണം. 100 ആയത്ത് ഒരു ദിവസം ഓതാത്ത വീട് അല്ലാഹു നോക്കൂല, ആ വീട്ടിലേക്ക് അല്ലാഹു നോക്കൂല, ആ വീടിനോട് അല്ലാഹുവിന് പിണക്കമാണ്. 100 ആയത്ത് ഒരു ദിവസം ഓതാത്ത വീട്, ഒരു ആയത്തല്ല 100 ആയത്ത് ഒരു ദിവസം ഓതാത്ത വീട്. ഖുർആൻ എടുത്തു വെച്ചിട്ട് ഒരു 100 ആയത്ത് ഓതാൻ കഴിയട്ടെ. തബാറക്കല്ലദീ നിനക്ക് ഓതാ, സൂറത്ത് യാസീൻ നിനക്ക് ഓതാ, രണ്ടും കൂടി ഒരു ദിവസം ഓതുമ്പോൾ 100-ലധികം ആയത്തുകളായി. അർറഹ്മാൻ നിനക്ക് ഓതാ. മറക്കല്ല മോളെ, സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളും സന്തോഷങ്ങളും ആർഭാടങ്ങളും ആനന്ദങ്ങളും ആഹ്ലാദങ്ങളും ആഘോഷങ്ങളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാരിക്കോരി തന്നു എന്ന് വെച്ചിട്ട് എല്ലാം മറന്നവളായിട്ട് പടച്ചവനെ നന്ദികേട് കാണിക്കല്ല മോളെ. അല്ലാഹു ഒരു പിടി തിരിച്ചങ്ങോട്ട് പിടിച്ചാൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അല്ലാഹു മാരകമായ രോഗത്തിന്റെ അടുക്കളത്തെന്നാൽ അവിടെ നിന്ന് പിന്നെ രക്ഷപ്പെടാൻ കഴിയൂല. അല്ലാഹുവേ കാക്കണേ റബ്ബേ. ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 ആയത്തൊരു ദിവസം ഖുർആൻ നിവർത്തി വെക്കാൻ എത്ര സമയം വേണം? ചുരുങ്ങിയ സമയം മതി. അല്ലാഹ് ചുരുങ്ങിയ സമയം മതി. 100 ആയത്തോടെ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു വഖത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ഏതെങ്കിലും, ഈ വീട് ശരിയായി, അള്ളാന്റെ വീട്, നമ്മുടെ വീടാ ശരിയാക്കേണ്ടത്. 100 ആയത്ത് എല്ലാ ദിവസവും അങ്ങനെ ഓത്. റമദാനിൽ മാത്രമല്ല, പരിശുദ്ധ റമദാൻ കഴിഞ്ഞാലും ഖുർആൻ ഇങ്ങനെ ഓതണം, പാരായണം ചെയ്യണം. റഹ്മത്തിന്റെ മലക്കുകൾ ഇങ്ങനെ വരണം. റഹ്മത്തിന്റെ മലക്കുകൾ വരാത്ത വീടുകളെ കുറിച്ച് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്ന 2 കാര്യമാണ്. ഒന്ന് നായ ഉള്ള വീട്, ഒന്ന് വാപ്പാന്റെ ഉമ്മാന്റെയും കുടുംബക്കാരെയൊക്കെ ഫോട്ടോ ചുവരിൽ വെച്ചിരിക്കുന്ന വീട്. രണ്ടാമത് പറഞ്ഞ വീട് കുറവാണ്. ഇപ്പം അങ്ങനെ ചുവരുകളിൽ ഫോട്ടോ ഒന്നും വെക്കലില്ല, മൊബൈലൊക്കെ ഉള്ളത് കൊണ്ട് മൊബൈലിൽ കൊണ്ട് ഇങ്ങനെ നടക്കല. ആദ്യം പറഞ്ഞത് ധാരാളം സ്ഥലങ്ങളിലുണ്ട്. അത് ഇസ്ലാമിൽ അനുവദനീയമായ, നായ വളർത്തൽ അനുവദനീയമായ ചില നിയമവശങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം അങ്ങനെ അനുവദനീയമാക്കി നിങ്ങൾ അതിനുവേണ്ടി ഇറങ്ങണ്ട, അതങ്ങനെ പറഞ്ഞു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് രണ്ടല്ലാതെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ വരാത്ത വേറെ കുറേ സ്ഥലങ്ങളുണ്ട്, വീടുകൾ. റഹ്മത്തിൻ്റെ മലക്കുകൾ തിരിഞ്ഞു നോക്കാത്ത കുറേ വീടുകളുണ്ട്, പരിഗണിക്കൂല. അത് പരിസരത്ത് പോലും ആ മലക്കുകൾ വരൂല, അത്രയ്ക്ക് വെറുപ്പാണ് അവർക്ക്. ചില വീടുകൾ, അതിൽ 2 വീടിനെ ഇന്ന് പറയാം, അത് കഴിയുമ്പോൾ സമയം കഴിയും. 2 വീടുകളെ പറയാം, റഹ്മത്തിൻ്റെ മലക്കുകൾ വരാത്ത 2 വീട്. ഒന്ന്,
ഇന്നൽ മലായികത ലാ തൻസിലു അലാ ബൈത്തിൻ വഫീഹി മഖാത്തിഉ റഹിം. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കുടുംബ ബന്ധം മുറിക്കുന്നവർ താമസിക്കുന്ന വീട്ടില് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വരൂല. ആയത്തുൽ കുർസി എഴുതി വെച്ചാലും മുടങ്ങാതെ കൃത്യമായി ആ വീട്ടിന്റെ അകത്ത് നിങ്ങൾ നമസ്കാരം നടത്തിയാലും അവിടെ ഖുർആൻ ഓതൽ നടത്തിയാലും അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വരൂല. കുടുംബ ബന്ധം മുറിക്കുന്നവരുടെ വീട്ടിൽ വരൂല. കുടുംബ ബന്ധം മുറിക്കുന്നവരുള്ളവരുടെ വീട്ടിൽ വരൂല. ഇന്ന് നമ്മുടെ മക്കൾക്കറിയുമോ? നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടോ? അവർക്ക് ഓർമ്മയുണ്ടോ? വാപ്പയുടെ അനുജനാരാൻ, വാപ്പയുടെ ജ്യേഷ്ഠനാരാൻ, ഉമ്മയുടെ അനുജനാരാൻ, ഉമ്മയുടെ ഉമ്മയാരാൻ, അവരുടെ പേരെന്താണ്? നമ്മുടെ മക്കൾക്ക് ആർക്കറിയാം? വാപ്പയും ഉമ്മയും കൂടപ്പറപ്പുകളും എന്നതിനപ്പുറം ഒരു ബന്ധത്തിന്റെ ആഴവും നമ്മുടെ മക്കൾക്കറിയില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നല്ല മനോഹരമായ തലയിൽ കെട്ടൊക്കെ ധരിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പ്രായം ചെന്ന ഒരു പിതാവിനെ കണ്ടു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇറങ്ങി ചെന്നിട്ട് ഈ തലയിൽ കെട്ടെടുത്ത് തലയിലേക്ക് വെച്ചു കൊടുത്തു. സഞ്ചരിച്ചു കൊണ്ടുവന്ന കഴുതയെ ആ ഉപ്പാന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ എടുത്തുകൊള്ളുക. കൂടെ വന്നവര് ചോദിച്ചു, എന്തു പറ്റിപ്പോയി ഇബ്നു ഉമറേ? ആ വിലപിടിപ്പുള്ള തലയിൽ കെട്ടും ആ വാഹനവും എന്തിനാണ് ആ പ്രായം ചെന്ന കിളവന് കൊടുത്തത്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അതാരെന്നറിയോ? എന്റെ വാപ്പാന്റെ കൂട്ടുകാരനായിരുന്നു. എന്റെ വാപ്പാന്റെ കൂട്ടുകാരനായിരുന്നു. വാപ്പാന്റെ കൂട്ടുകാരനെ ഞാൻ ബഹുമാനിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. വാപ്പാന്റെ കൂട്ടുകാരന്റെ കാര്യ, അനുജനും ചേട്ടനും അല്ല, കൂട്ടുകാരന്റെ. എത്ര നിസ്സാര കാര്യത്തിനാണ് പിണക്കം. അല്ലോ, താത്തമാരാണ് ഇണങ്ങാൻ അനുവദിക്കാത്തത്. ഇനിയെങ്ങാണം ആ വീടിന്റെ പടി നിങ്ങൾ കയറിയെന്ന് ഞാൻ അറിഞ്ഞ ഈ സൂറ ഉണ്ടല്ലോ, സൂറ, എന്റെ വീട്ടിൽ പോവും മക്കളെ വെട്ടിയെടുത്തോണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഈ ഷാരൂഖ് ഖാൻ അങ്ങ് പേടിച്ചു പോകും. അതാ കുഴപ്പം. വലിയ ധൈര്യവും മസിലൊക്കെ ഉണ്ടാവും. താത്താരെ ഒറ്റ ഡയലോഗിൽ പേടിച്ച് കഴിഞ്ഞു. നമ്മളെത്ര ബന്ധങ്ങളാ. ഭർത്താവിൻ്റെ ആയുസ് നിങ്ങൾക്ക് വേണോ? നിങ്ങളുടെ മക്കൾ യതീമാകാതെ ജീവിക്കണോ? ഭർത്താവിനെ കൊണ്ട് ഭർത്താവിൻ്റെ ഉമ്മാടെ അടുത്തേക്ക് നിങ്ങൾ പോകണം. ചിലപ്പോഴേ ഉള്ളൂ അല്ലേ? പോണം. എല്ലാ വെറുപ്പും മറക്കണം. എല്ലാ അകൽച്ചയും മറക്കണം. പോണം. എന്ത് സംഭവിക്കട്ടെ പോണം. ഉസ്താദേ, നിങ്ങൾക്കത് പറയാം. ഭർത്താവിൻ്റെ ഉമ്മ ഉണ്ടല്ലോ, രാക്ഷസിയാണ്. പെരുന്നാളിൻ്റെ അന്നാണ് എന്നെ മക്കളെയും ഭർത്താവിനെ അടിച്ചിറക്കിയത്. ആയിക്കോട്ടെ, എന്നാലും അടുത്ത പെരുന്നാളിന് എന്ന് അസ്സലാമു അലൈക്കും. ഭർത്താവിൻ്റെ ഉമ്മായ മാമിന്നാണോ ഉമ്മാന്നാണോ എന്താണെന്ന് അങ്ങനെ വിളിക്കുക. ചെന്നിട്ട് പറയാം അസ്സലാമു അലൈക്കും, പൊരുത്തപ്പെടണം. അവരിങ്ങോട്ട് മിണ്ടണ്ട, പൊരുത്തപ്പെടില്ല, ഇറങ്ങിപ്പോടി, മറ്റവളെ മറിച്ചവളെ ഒക്കെ പറയട്ടെ, ഒക്കെ കേട്ടുകൊണ്ട് നിൽക്കുക, അസ്സലാമു അലൈക്കും, തിരിച്ചു വരിക. നീ പോകാതിരിക്കരുത്. നിന്റെ ഭാഗം ക്ലിയർ ചെയ്യണം. അവരെന്തോ ആയിക്കോട്ടെ, ഫസാദ് പറയട്ടെ, ഈവത്ത് പറയട്ടെ, കുടുംബ ഗ്രൂപ്പിൽ അതും ഇതും പറയട്ടെ, ഒക്കെ ചെയ്തോട്ടെ. നീയും നിന്റെ ഭർത്താവും ആ വിഷയത്തിൽ ക്ലിയർ ആയിരിക്കണം. ഒരു കാരണവശാലും നിങ്ങൾ കാരണം നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പിണക്കുണ്ടാവാൻ പാടില്ല. നിങ്ങൾ കാരണം ഉണ്ടാകരുത്. നിങ്ങളുടെ മക്കളെ അത് ബാധിക്കും. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് പണമൊക്കെ ഉള്ളത് കൊണ്ട് മക്കൾ ഒറ്റയ്ക്ക് ജീവിച്ചോളും, അവരാരെ സഹായം വേണമെന്നൊക്കെ തോന്നലാണ്. ഒരിക്കലും നടക്കൂല. സ്നേഹം, ബന്ധം, ആഴമൊക്കെ വേണം. പൊന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധുക്കളെ സ്നേഹിക്കേണ്ടവർ ഉപദ്രവിച്ചു. ഏറ്റവും അധികം സ്നേഹിക്കേണ്ട പൊന്നാര ഉമ്മ. ഏറ്റവും ഒരു സ്നേഹം ഒരു മകന് കിട്ടേണ്ട പ്രധാനപ്പെട്ട സമയത്ത് ആ ഉമ്മ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി. ഓമന മുഹമ്മദീനെ ഓത്തിനയച്ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. ആമിന ബീവിൻ്റെ ഉള്ളിൽ നൊമ്പരം പേരുത്ത്, ആറ്റലായ മോനെ ഓർത്ത് വേദന കോരൂത്ത്. സഹിക്കാൻ പറ്റൂല. ആ വരി എങ്ങനെയാണ്? അല്ലാഹുവേ, ആ അബവാ എന്ന സ്ഥലത്ത് ഇപ്പോഴും ചെല്ലുമ്പോൾ കാല് വിറച്ചു പോകും. മുത്ത് റസൂലിന്റെ ഉമ്മ കിടക്കണ സ്ഥലല്ലേ?
അല്ലാ, അവിടെ ചെല്ലുമ്പോ നെഞ്ചു പൊട്ടിപ്പോവും. ആ ഖബറിന്റെ ചാരത്തിരുന്ന് മുത്തൊളി ദീപത്തിന്റെ കണ്ണുനീർത്തുള്ളികൾ ആ ഖബറിന്റെ മുകളിലേക്ക് വീണിട്ടുണ്ട് എന്ന് ചരിത്രങ്ങൾ രേഖപ്പെടുത്തുകയാണ്. കുടുംബബന്ധത്തിന്റെ രാജ്ഞി ഉമ്മയാണ്, രാജാവ് അപ്പയാണ്. പിന്നെ അവരുടെ ബന്ധത്തിൽപ്പെട്ട സർവരെയും സ്നേഹിക്കണം. പിണങ്ങരുത്. അവരിങ്ങോട്ട് പിണങ്ങട്ടെ, അവര് വഴക്കിടട്ടെ, അവര് കല്യാണം പറയാതിരിക്കട്ടെ, അവര് അകന്നകന്നു പോകട്ടെ. പക്ഷേ ഒരിക്കലും നിങ്ങളെ ഭാഗത്ത് നിന്ന് 5 നേരം നിസ്കരിക്കുന്ന, ഈ പള്ളിക്ക് വേണ്ടി പണിയെടുത്ത കഷ്ടപ്പെട്ട അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് നിഷ്കളങ്കമായി ഖിദ്മത്ത് ചെയ്യുന്ന നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും അങ്ങനെ ഒരു അകൽച്ച ഉണ്ടാവാൻ പാടില്ല. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് വീടുകൾ തോറും വരുന്നതാണ്. കുടുംബബന്ധം മുറിച്ചവരുടെ വീട്ടിലേക്ക് വരൂല. റഹ്മത്തിന്റെ മാലാഖമാര് വന്നില്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് നോക്കൂല. അല്ലാഹുവിന്റെ റസൂല് നോക്കിയില്ലെങ്കിൽ അല്ലാഹുവിന്റെ റഹ്മത്തുണ്ടാവൂല. അല്ലാഹുവിന്റെ റഹ്മത്തില്ലെങ്കിൽ നമ്മുടെ വീട് ഇരുണ്ടുപോകും, നമ്മുടെ വീട് ജഹാലത്തിന്റെ വീടാകും. ആ വീട്ടിൽ നിന്ന് മരണപ്പെടുന്നവരെ കൊണ്ടുപോകുന്നത് സ്വർഗത്തിലല്ല മോളെ, നരകത്തിന്റെ ആഴത്തിലേക്ക് കൊണ്ട് തള്ളും പള്ളിക്കബറിന്റെ കുണ്ടില്. അല്ലാഹുവേ കാക്കണേ റബ്ബേ, പടച്ചവനെ കാക്കണേ അല്ലാ. അതുകൊണ്ട് സന്തോഷത്തിന്റെ ഭവനമായിരിക്കണം. ഒരിക്കലും ബന്ധങ്ങൾ അഹങ്കാരത്തിന്റെ പേരിലാണ് ബന്ധങ്ങളെ മുറിച്ചു കളയുന്നത്. പണമുണ്ട്, എന്റെ ഭർത്താവിന് കഴിവുണ്ട്, 3 ജന്മം ജീവിക്കാനുള്ള പണമുണ്ട്. എത്ര ജന്മം ജീവിക്കാനുള്ള പണം നിങ്ങൾക്കുണ്ടാവട്ടെ. തിരുവനന്തപുരം RCCയിൽ ഈ ചങ്ങനാശ്ശേരി പായിപ്പാടുന്ന് ബസ്സിലൊന്ന് കയറി തിരുവനന്തപുരത്ത് ഇറങ്ങി RCCയിലൊന്ന് ചെല്ലുക. കയറിപ്പോകുന്നതിന് കുറേ മാനദണ്ഡങ്ങളും നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു പൊതുവായ വാർഡിൽ കയറാൻ അവിടുത്തെ ഏതെങ്കിലും ഒരു സ്റ്റാഫിനോടൊന്ന് സംസാരിച്ച് ആരെങ്കിലും കിടക്കണമെന്ന് പറഞ്ഞിട്ട് വെറുതെ ഒന്ന് കയറിക്കോളെ. ആരും കിടക്കണ്ട, വെറുതെ കയറിക്കോളെ, ജസ്റ്റ് ഒന്ന് കയറി കണ്ടാൽ മതി. അല്ലാഹുവേ, എന്നോട് സ്നേഹസാഗരത്തിന്റെ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞതാ, ഉസ്താദേ, നമ്മുടെ ഒരു രോഗി ICU വാർഡിലാണ്. അവർക്ക് വേണ്ടിയിട്ട് ദിവസം 4000 രൂപയാണ് ഉസ്താദെ ചെലവ്. എന്നോട് ആ സഹോദരൻ പറയാണ്, മരിക്കാൻ വേണ്ടി ഉസ്താദിനെ ദുആ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്യുമോ? കാരണം ചെലവിന് വരുന്ന പൈസ പോലും ഈ ചികിത്സയ്ക്ക്. ഞാൻ പറഞ്ഞു, ഒരിക്കലും അങ്ങനെ ചെയ്തുകൂടാ. നമുക്ക് റോഡിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ശരീരം ഇങ്ങനെ കൊഴിഞ്ഞ് മരിക്കാറായി കിടക്കുന്ന, അതിനെ നോക്കേണ്ടത് നമ്മളാണ്. നമുക്ക് ഏതെങ്കിലും വിധത്തിൽ ഇൻഷാ അല്ലാഹ് സഹായിക്കാം എന്ന് പറഞ്ഞു. കാരണം അവരും അടുത്ത്, എത്ര ബന്ധുക്കളും അടുക്കൂലേ. ഡയാലിസിന് കൊണ്ടുപോയ ഭർത്താവിന് ഡയാലിസിന് കൊണ്ടുപോകുന്ന ഭാര്യ പറയാണ്, അൽ ജവാബ് ചാനലിലേക്ക്, ജയ്ഹിന്ദ് ചാനലിലേക്ക് കത്തെഴുതിയതാണ്, മരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ പറ്റുമെങ്കിൽ ഉസ്താദ് ദുആ ചെയ്യണം. കാരണം ഇനി എൻ്റെ ഭർത്താവിനെ നോക്കാൻ എന്നെ കൊണ്ട് കഴിയൂല. ആദ്യം പണവും പവറൊക്കെ ഉള്ളപ്പോൾ നല്ല ജാടയും ഇതൊക്കെ കാണിക്കും. പക്ഷേ എല്ലാം അവസാനിക്കുന്നൊരു സമയം ഉണ്ടാവും. ഒരു ചെറിയ പ്രതിസന്ധി തന്നാൽ മതി, ഒരു ചെറിയ പ്രയാസം തന്നാ മതി, ഒരു രോഗാണു ശരീരത്തിലേക്ക് കടന്നാ മതി, കാർകൂന്തൽ ഇങ്ങനെ കൊഴിയുന്നത് കാണാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ. കഴിഞ്ഞ ആഴ്ചയിലെ വെള്ളിയാഴ്ച രാവിലെ സ്നേഹസാഗരത്തിന്റെ ചിലവ് നടത്തിയത് 4 മക്കളെ പ്രസവിച്ചിട്ട് 4 മക്കളും മരിച്ചുപോയ ഉമ്മയാണ്. 4 മക്കളും മരിച്ചുപോയ ഉമ്മയാണ്. ഒരു മക്കളെ പോലും സന്തോഷത്തോടെ വളർത്താനുള്ള തൗഫീഖ് അല്ലാഹു കൊടുത്തില്ല. ആരോരുമില്ലാത്ത പാവങ്ങൾക്ക് ബിരിയാണി വെച്ചു കൊടുത്തിട്ട് അവരോടൊപ്പം ഇരുന്ന മക്കളുടെ ദറജ ഉയർത്താൻ വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ, പായിപ്പാട്ടുകാരെ, നിങ്ങൾ ഭാഗ്യവതികളാണ്, ഭാഗ്യവാന്മാരാണ്. നിങ്ങളുടെ പള്ളി ഖത്തീബ് ഭയങ്കരനായ സിറാജുദ്ദീൻ ഉസ്താദ് അവറുകൾ പ്രസംഗത്തിന് പോകുമ്പോ നിങ്ങൾക്ക് ദുആ കിട്ടുമല്ലോ. നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഖിദ്മത്തുകൾ ചെയ്യുമല്ലോ. നിങ്ങൾ മരണപ്പെട്ടു എന്നറിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമല്ലോ. ഞാനും എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഈ പള്ളിക്ക് വേണ്ടിയിട്ടൊന്ന് കൈനീട്ടുകയാണ്. ഈ പള്ളി കാണുമ്പോ അഭിമാനമുണ്ട്, അതുകൊണ്ടാണ് കൈനീട്ടുന്നത്. സഹോദരങ്ങളോട് ഞാൻ ചോദിക്കുന്നില്ല, ഇവിടെ വന്നിരിക്കുന്ന സഹോദരിമാരോട്, നിങ്ങൾ ചെടിച്ചട്ടി കൊടുത്തവരാണ്, നിങ്ങൾ മനസ്സ് കൊടുത്തവരാണ്, നിങ്ങൾ സ്വർണം കൊടുത്തവരാണ്, നിങ്ങൾ സ്വതക്ക കൊടുത്തവരാണ്. പായിപ്പാട് പള്ളിക്ക് വേണ്ടി ആ പള്ളിയുടെ അഭിമാനം കണ്ട് മനസ്സു പുളകം കൊണ്ട് അതിന്റെ ഫ്രണ്ടിൽ നിന്നിങ്ങനെ പ്രസംഗിക്കുമ്പോ
അല്ലാഹുവേ, ഈ നാവ് കൊണ്ട് പ്രസംഗിച്ചിട്ട് എന്താണ് പായിപ്പാട് പള്ളിക്ക് വേണ്ടിയിട്ട് സഹോദരിമാരിൽ നിന്ന് വാങ്ങിക്കൊടുത്തതെന്ന് നാളെ പരലോകത്ത് പറയാൻ പറ്റുന്ന ഒരു സ്വതക്ക എത്ര പള്ളികൾക്ക്, എത്ര മദ്രസകൾക്ക്, എത്ര അനാഥാന്തരങ്ങൾക്ക്, എത്ര അറബി കോളേജുകൾക്ക് അല്ലാഹുവേ ഈ നാവ് കൊണ്ട്, ഈ കൈ കൊണ്ട് എത്രയോ ശരീരം ഇങ്ങനെ അണിഞ്ഞിരുന്ന സ്വർണ്ണാഭരണം കൈക്കുമ്പിൾ നിറച്ചു നിറച്ചു വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ ചോദിക്കുകയാണ്, ഒരുപാട് കാലമായി ഞാൻ ഈ ഭാഗത്ത് പ്രസംഗത്തിന് വന്നിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങളോട് പറഞ്ഞു തരികയാണ്, രണ്ട് പ്രധാനപ്പെട്ട പ്രാർത്ഥന കൂടി പറഞ്ഞു തരാനുണ്ട്. ഈ പള്ളി ഇങ്ങനെ നിൽക്കുമ്പോ, ജിഫ്രിത്തങ്ങൾ വരുമ്പോ, ഉദ്ഘാടനം നടക്കുമ്പോ അല്ലാഹുവേ പടച്ചവനെ, ബാധ്യതയില്ലാത്ത വിധത്തിൽ അത് ഏറ്റെടുക്കാൻ കുറെ ആളുകൾ വാഗ്ദാനമെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന വിധത്തിൽ സന്തോഷം പൂർത്തിയാകട്ടെ. അള്ളാന്റെ കടം തീർത്തു കൊടുക്കുന്നവരെ കാര്യത്തിൽ അല്ല ഇടപെടുന്നതാണ്. പടച്ചവന്റെ പള്ളിയാണ്. കൂട്ടുകാരന്റെ പുരതാമസത്തിന് കൊണ്ട് കൊടുക്കുന്ന പോലെയല്ല. നിങ്ങളുടെ ശരീരത്തിൽ രോഗം തരേണ്ടത് അല്ലാഹുവാണ്, മാറ്റേണ്ടത് അല്ലാഹുവാണ്, ബറക്കത്ത് തരേണ്ടത് അല്ലാഹുവാണ്, സന്തോഷം തരേണ്ടത് അല്ലാഹുവാണ്, മക്കളെ കാക്കേണ്ടത് അല്ലാഹുവാണ്, അപകടം കൊടുക്കുന്നത് അല്ലാഹുവാണ്, സംരക്ഷണം കൊടുക്കുന്നത് അല്ലാഹുവാണ്. ആ പടച്ചവന്റെ വീടിന്റെ കടം തീർക്കാൻ സഹോദരിമാരോട് പറയുകയാണ്, ഇന്ന് വരെ ജീവിതത്തിൽ ആര് ചോദിച്ചിട്ടും കൊടുക്കാത്ത, ഒരാവശ്യത്തിനും എടുത്തു കൊടുക്കാത്ത സ്വർണ്ണാഭരണം ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഈ പായിപ്പാട് പള്ളിയുടെ മുമ്പിൽ വന്ന് ചോദിക്കുകയാണ്. പരലോകത്ത് അല്ലാഹുവിന്റെ കഅബാലയത്തിനോടല്ല ചോദിക്കും, എന്താ ഞാൻ നിനക്ക് ചെയ്തു തരേണ്ടത്? കഅബാലയം രണ്ട് കാര്യം പറയും, അല്ലാ, ഒന്ന്, എന്നെ നിയ്യത്ത് ചെയ്ത് ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് മരിച്ചുപോയവർക്ക് നീ കൊടുത്ത ഒരു വാക്കുണ്ട്, സ്വർഗം കൊടുക്കാമെന്ന്. അത് കൊടുക്കണേ പടച്ചോനെ, അത് കൊടുക്കണേ അല്ലാ. രണ്ടാമത്തത്, ലോകത്തുള്ള എല്ലാ പള്ളികളും അവരിഷ്ടപ്പെട്ടവരുടെ പേര് പറയുമ്പോ അവരെ പരിഗണിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഈ പള്ളിയുടെ ചുവരുകൾക്ക് ചിലപ്പോ ചില ആളുകളുടെ വിയർപ്പിന്റെ ഗന്ധമുണ്ടാകും. ഈ പള്ളിക്കറിയാം ഇത് പടച്ചവനുള്ളതാണ്, പ്രസിഡന്റിനല്ല, സിറാജുദ്ദീൻ കാസിമിക്കല്ല. ഇവിടുന്ന് കുറെ കാലം കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോ എന്റെ പള്ളിയാണെന്ന് പറയാൻ ആർക്കും അവകാശമില്ല. പ്രസിഡന്റിനില്ല, കാസിമിക്കില്ല, സെക്രട്ടറിക്കില്ല, നിങ്ങൾക്കില്ല. എന്റെ പള്ളി എന്ന് പറയാൻ അള്ളാഹ്ക്ക് മാത്രമേ അവകാശമുള്ളൂ. ആ പള്ളിയുടെ കടം തീർക്കാൻ പായിപ്പാട് പള്ളിയുടെ മുറ്റത്തിരിക്കുന്ന സഹോദരിമാരെ, ഇത്ര അടുത്ത് പള്ളിയുടെ തലോടൽ കിട്ടിയിട്ടിരിക്കുന്ന പെങ്ങളെ, ഒരു സ്വർണം നിങ്ങൾ കൊടുത്തയച്ചാൽ എനിക്ക് നിങ്ങൾക്ക് വലിയ ഓഫറൊന്നും തരാനില്ല. നൗഷാദ് വാക്കവി മരിക്കുന്നത് വരെ പോകുന്ന മജ്ലിസിന്റെ ഒരു വരി ദുആ, അല്ലാഹുവേ, നാളെ കാസർഗോഡാണെന്ന് രാത്രി പ്രസംഗം കഴിഞ്ഞ് തിരിക്കുകയാണ്. അവിടത്തെ മജ്ലിസില് അത് കഴിഞ്ഞ് 17-ാം തീയതി 16-ാം തീയതി ആലപ്പുഴയിലാണ് അവിടത്തെ സദസ്സില്. ഞാൻ മറക്കാതെ നിങ്ങൾക്ക് ദുആ ചെയ്യാമെന്നതല്ലാതെ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ വേറൊന്നും എനിക്ക് പകരം തരാനില്ല. കയ്യിലേക്ക് എടുത്തു വെച്ചിട്ട് സർവ അനുഗ്രഹങ്ങളുടെയും താക്കോലായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരു 3 പ്രാവശ്യം പറഞ്ഞിട്ട് കൊടുത്തയക്കുന്ന ഒന്നാമത്തെ മോളാരാ? പടച്ചവനെ, എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇപ്പൊ മരണപ്പെട്ടു പോയാൽ എന്റെ മക്കള്, എന്റെ കുടുംബം എനിക്ക് ഖത്തമോതുമെന്നറിയില്ല, എനിക്ക് ദുആ ചെയ്യുമെന്നറിയില്ല. ഉസ്താദ് പറഞ്ഞതുപോലെ സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുന്ന പെണ്ണായിട്ട് ഞാൻ മാറുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ സ്വർണം എന്റെ ജീവിതത്തിൽ ഇതേ ഉള്ളു ഉസ്താദേ. ഒരുപാട് പ്രതിസന്ധി വന്നു, പ്രയാസം വന്നു, ഒന്നിനും ഞാൻ എടുത്തിട്ടില്ല. പക്ഷെ ഇപ്പൊ ഈ പള്ളി സാക്ഷിയാണ്, ഈ പള്ളി കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഈ മജ്ലിസ് സാക്ഷിയാണ്. 3 പ്രാവശ്യം അത്ഭുതങ്ങളുടെ മന്ത്രമായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് നിറഞ്ഞ മനസ്സോടെ കൊടുത്തേക്കുന്ന ഒന്നാമത്തെ പെങ്ങളാരാണ്? അല്ലാഹുവേ, ആ പൊന്നുമോൾക്കൊരു ബുദ്ധിമുട്ടും നീ കൊടുക്കല്ലേ അല്ലാ, ഒരു പ്രയാസവും നീ കൊടുക്കല്ലേ അല്ലാ, ഒരു ഇടങ്ങേറും നീ കൊടുക്കല്ലേ അല്ലാ, ഒരാപത്തും നീ കൊടുക്കല്ലേ അല്ലാ.
വേഗം വേഗം ചെല്ലണം, വോളണ്ടിയർമാര് ചെല്ലണം, സംഘാടകര് ചെല്ലണം. ഓരോ സ്വർണത്തിനും മദീന നിറയട്ടെ, മദീനയുടെ മുറ്റത്തേക്ക് സ്വലാത്ത് എത്തട്ടെ. ഒന്നാമത്തെ സ്വർണമോതിരം ഒന്നു ഭാരമുള്ളതാണ്, വെറുതെ കയ്യിലിട്ടിരുന്നതല്ല, ജീവന്റെ ജീവനായി കൊണ്ട് നടക്കും പെണ്ണുങ്ങൾ സ്വർണമെന്നത്. അതങ്ങനെ അടിച്ചു കൊടുക്കണമെങ്കിൽ ഒരു മനസ്സ് വേണം പെങ്ങളെ, അതങ്ങനെ അടിച്ചു കൊടുക്കണമെങ്കിൽ ഒരു ഖൽബ് വേണം മോളെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്.